ഹായ്, നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോർട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിതാ കൊടൈക്കനാൽ എത്തി, ഹെയർ പിൻ ഇറങ്ങി നമ്മൾ റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസോർട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം റിസോർട്ടൊന്നും അല്ല, ഒരു മീഡിയം ലെവലുള്ള റിസോർട്ടാണ്. പക്ഷേ ആംബിയൻസ് കിടിലമായിരുന്നു. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ നമ്മുടെ വില്ലയുടെ മുന്നിൽ നമ്മൾ 3 റൂംസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വില്ലയുടെ മുന്നിൽ തന്നെ ചെറിയ പ്ലേ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. ഒരു സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ ഒരു ഹിൽ ടോപ്പിലാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ താഴെ നിന്നൊരു 3 കിലോമീറ്റർ മുകളിലേക്ക് കയറിയാലാണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കപ്പിൾസിനും ബാച്ചിലേഴ്സിനുമാണ്. കാരണം ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാറിലൊക്കെ വരാനായിട്ട്. കാറിൽ വന്ന് നമ്മൾ ഇച്ചിരി കുറച്ച് പാട് കേട്ടോ ഹിൽ ടോപ്പിലേക്ക് കയറി വരാനായിട്ട്. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലത്തെ സീനാണ് ഈ കാണുന്നത്. നമ്മൾ പോയി നമുക്ക് സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യണ്ടേ കൊടൈക്കനാലിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മുടെ റിസോർട്ടിലാണ് തണുപ്പ്, കൊടൈക്കനാൽ ടൗണിലൊന്നും തണുപ്പില്ല കേട്ടോ. റിസോർട്ടിൽ ഭയങ്കരമായ തണുപ്പായിരുന്നു. അത്രയും ഹിൽ ടോപ്പിൽ നിന്നുള്ള ഭയങ്കരമായ വ്യൂ, രാവിലെയൊക്കെ നമ്മൾ വിറച്ചു പോയി കേട്ടോ. അപ്പോൾ അത് അപ്പൂസും എല്ലാം റെഡിയായി, ക്യാപ്പൊക്കെ ഇട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുക, ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും എന്താ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുക. കൊടൈക്കനാൽ വന്നിട്ട് ഇത്രയും തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ അവരുടെ ടൗണിലില്ല കേട്ടോ. പക്ഷേ റിസോർട്ടിൽ ഹിൽ ടോപ്പിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ തിരിച്ച് കാറ് കുറച്ച് നടന്നു പോയിട്ടേ കാറിൽ കയറാൻ പറ്റൂ. കാരണം നമ്മൾ കാർ എല്ലാവരും കൂടി വെച്ച് കയറ്റം കയറാൻ പാടില്ലേ. അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പം നമ്മളിനിപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് എല്ലാവരുമായിട്ട് കാറിൽ കയറി പോകാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ തേർഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു പാർട്ടാണ് കേട്ടോ തേർഡ് പാർട്ട്. ഫുള്ള് ഇതായിരുന്നു. അപ്പം നമ്മൾ ഈ കൊടുത്തേക്കാനൊക്കെ നമ്മളെടുത്ത ഫോട്ടോസാണ് റിസോർട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.